ഔഷധ സസ്യങ്ങളുടെ അത്ഭുത കലവറ ഹെബ്സ് ഓഫ് ഹജ ദർവേഷിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും ആരോഗ്യപരമായ ഗുണഗണങ്ങളുള്ള സസ്യങ്ങൾ ഏറെയുണ്ട്. ഇതിൽ ഒന്നാണ് യൂഫോർബിക്ക എന്ന ശാസ്ത്രീയ സസ്യഗണത്തിൽ പെടുന്ന നിരവധി അസുഖങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഔഷധ ചെടിയാണ് കിയാർനെല്ലി. കാണാൻ അത്ര വലിപ്പമില്ലെങ്കിലും ഔഷധ വീര്യത്തിൻ്റെ കാര്യത്തിൽ കിയാർനെല്ലി വലിയവൻ തന്നെയാണ്. മഞ്ഞപ്പിത്തത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും മികച്ച ഔഷധമാണിത്. ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് 10 മില്ലി വീതം പശുവിൻ പാലിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരവും തുടർച്ചയായി 7 ദിവസം കഴിച്ചാൽ മഞ്ഞപ്പിത്തം കുറയുമെന്നാണ് പാരമ്പര്യ വൈദ്യം പറയുന്നത്. കിയാർനെല്ലിയിൽ അടങ്ങിയിട്ടുള്ള ഫിലാന്തിൻ, ഐപ്പോഫിലാന്തിൻ എന്നീ രാസഘടകങ്ങളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കാൻ സഹായിക്കുന്നത്. സാധാരണ വയൽ പ്രദേശങ്ങളിലും നീർവാഴ്ചയുള്ളതുമായ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഔഷധമാണിത്. ശാഖകളോട് കൂടിയതും തണ്ടിന് പച്ച ചുവപ്പ് നിറങ്ങളിലും കാണപ്പെടുന്ന കിയാർനെല്ലിയിൽ പരാഗണം നടക്കുന്ന പൂക്കൾ കായകളായി ഇലതണ്ടിൻ്റെ അടിയിൽ നെല്ലിക്കയുടെ രൂപത്തിൽ കാണപ്പെടുന്നു. ഈ കായകളിൽ ഓരോന്നിലും 3 വിത്തുകൾ വീതം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇലതണ്ടിനടിയിൽ വിത്തുകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ സസ്യത്തെ കിയാർനെല്ലി എന്ന് വിളിക്കുന്നത്. സർവ്വരോഗ സംഹാരിയായ ഈ സസ്യത്തിൻ്റെ ഇല മുതൽ വേര് വരെയുള്ള ഗുണങ്ങൾ പഴമക്കാർക്ക് അറിയാമായിരുന്നു. എന്നാൽ കാലങ്ങൾ പോകുന്തോറും പുതുതലമുറയ്ക്ക് ഇത്തരം ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ഏതെല്ലാമെന്ന് അറിയാത്ത സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയ ഒരു സസ്യമാണിത്. ഉദര രോഗങ്ങളെ ചെറുക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കിയാർനെല്ലിയുടെ ഗുണങ്ങൾ അറിയാം. കരളിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ഒന്നാണ് കിയാർനെല്ലി. ഇതിൽ അടങ്ങിയിട്ടുള്ള നിരോക്സികാരകങ്ങൾ അസ്ഥിര സംയുക്തങ്ങളായ സ്വതന്ത്ര റാഡിക്കലുകൾ വരുത്തുന്ന നാശത്തിൽ നിന്ന് കരളിനെ രക്ഷിക്കുന്നു. വൈറൽ ബാധ വഴി കരളിനുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കുന്നു. മൂത്രാശയ രോഗങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് കിയാർനെല്ലി. ഇതിൻ്റെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കിയാർനെല്ലിയുടെ ഇല തിളപ്പിച്ചു വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ്. സാധാരണ നെല്ലിക്കയുടെ പല ഔഷധ ഗുണങ്ങളും അടങ്ങിയ കിയാർനെല്ലിക്ക് പ്രമേഹത്തെയും വരുതിയിൽ വരുത്താൻ സാധിക്കും. ഇത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇല ചവച്ചരച്ച് കഴിച്ചാലും മതിയാവും. ഇളം പുളിയോടുകൂടിയ ഇതിൻ്റെ ഇലകൾക്ക് അത്യാവശ്യം രുചിയുമുണ്ട്. കൂടാതെ ഔഷധ ഗുണമുള്ള കിയാർനെല്ലി ശരീരത്തിലുണ്ടാകുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ വ്രണങ്ങൾക്കുമുള്ള മരുന്നായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. അതേസമയം മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കി മുടി വളരാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കിയാർനെല്ലി. കിയാർനെല്ലിയുടെ ഇലവെന്ത നീര് കുടിക്കാം, ഇലയുടെ നീര് കുടിക്കാം. അങ്ങനെ പല രൂപത്തിലാണ് വ്യത്യസ്തമായ രോഗങ്ങൾക്ക് കിയാർനെല്ലി ഉപയോഗിക്കുന്നത്. കരൾ രോഗങ്ങൾക്ക് ഉത്തമ മരുന്നാണ് കിയാർനെല്ലി. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് അമൃത് പോലെയാണ് ഈ ചെടി. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലൊരു മരുന്നാണ് കിയാർനെല്ലി. ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ കിയാർനെല്ലി സമൂലം ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിക്കുന്നത് BP കുറയ്ക്കുന്നതിനും BP നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. കിയാർനെല്ലിയുടെ ഇലയിട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹ രോഗികളുടെ പ്രമേഹം കുറയ്ക്കുന്നതിനും പ്രമേഹം ഇല്ലാത്തവർക്ക് ഈ രോഗം വരാതിരിക്കുന്നതിനും സഹായിക്കുന്നു. പനി, ജലദോഷം ഇവയുള്ളപ്പോൾ കിയാർനെല്ലി ചവച്ചു കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനു വൈറസ്, ബാക്ടീരിയ അണുക്കളെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അതിസാര രോഗങ്ങൾ മാറുകയും ദഹനശക്തി വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കും. കിയാർനെല്ലി സമൂലമരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് വയറ്റിലുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും പരിഹാരമാണ്. കുടലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, വിരശല്യം, ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുക, ശരീരം നീര് വെക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് കിയാർനെല്ലി.
കിയാർ നെല്ലി സമൂലമെടുത്ത് കാടിവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് സ്ത്രീകളിലെ അമിത ആർത്തവത്തിനുള്ള ഉത്തമ പരിഹാരമാണ്. അതായത് ആർത്തവകാലത്ത് കൂടുതലായി രക്തം പോകുന്നതിനെയും കൂടുതൽ ദിവസം ആർത്തവം നീണ്ടു നിൽക്കുന്നതിനെയും അതോടൊപ്പം ആർത്തവകാലത്തുണ്ടാകുന്ന അമിത വേദനയെയും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. കിയാർ നെല്ലിയുടെ ഇലയിട്ടു കാച്ചിയ വെളിച്ചെണ്ണ തലയിൽ തേക്കുന്നത് മുടി കൊഴിച്ചിൽ, അകാലനിര ഇവ തടയുന്നതിനും മുടി വളരുന്നതിനും ഉത്തമമാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് കിയാർ നെല്ലി. ഇത് ദിവസവും ചവച്ചരച്ച് കഴിക്കുന്നതും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും മൂത്രചൂടിനും മൂത്രത്തിൽ പഴുപ്പിനും കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ്. മൂത്രത്തിലുണ്ടാകുന്ന അണുബാധയെ തടയുന്നതിനോടൊപ്പം നല്ലതുപോലെ മൂത്രം പോകുന്നതിനും ഇത് സഹായിക്കുന്നു. മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു പരിഹാരമാണ്. ഏതൊരു മെഡിസിൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഇതുപോലുള്ള ഒട്ടനവധി അത്ഭുത സസ്യങ്ങളുടെ ഉപയോഗങ്ങളും ഗുണങ്ങളുമായി വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. താങ്ക് യു സോ മച്ച്.